മലയാളി പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കാൻ പോകുന്ന ഒരു താരവിവാഹമാണ് അടുത്ത മാസം നടക്കാൻ പോകുന്ന കീർത്തി ആന്റണി വിവാഹം. കീർത്തിയുടെ ബാല്യകാല സുഹൃത്തായ വളരെയേറെ നാളത്തെ സൗഹൃദത്തിന് ശേഷം ഒന്നിക്കാൻ പോകുന്ന വരന്റെ പേരും വരന്റെ വിശേഷങ്ങളും ഉൾപ്പെടെ എല്ലാം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാപാഠമാണ്. ഇപ്പോൾ ഇത് അവർ അടുത്തതായി ഏറ്റെടുക്കുന്ന വാർത്തകളൊക്കെ തന്നെയും കീർത്തിയുടെ വിവാഹ വാർത്തകളാണ് എന്ന് പറയാം. അതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്ന ഏറ്റവും പുതിയ വാർത്ത. കീർത്തിയുടെ വിവാഹത്തോടനുബന്ധിച്ച് തന്നെയാണ് ഈ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറഞ്ഞേ മതിയാകും. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഈ വാർത്ത തന്നെയാണ്. പ്രേക്ഷകർ കുറച്ചധികം നാളുകളായി കാത്തിരിക്കുന്ന ഒരു വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് പോലും ഡ്രസ് കോഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. വലിയ രീതിയിൽ ആഡംബരമായി നടക്കാൻ പോകുന്ന വിവാഹം തന്നെയാണെന്ന് പറയാം. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് കീർത്തി സുരേഷ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ആ ചടങ്ങിന് പങ്കെടുക്കും. ആ പങ്കെടുക്കുന്നവരൊക്കെ തന്നെയും വരുന്നത് ഒരു ഡ്രസ് കോഡിലായിരിക്കും. രാവിലെ നടക്കുന്ന ഹിന്ദു വിവാഹത്തിന് എത്താൻ പോകുന്നത് വളരെ ഭംഗിയുള്ള ബ്രാഹ്മൺ രീതിയിലെ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. പരമ്പരാഗത രീതിയിലെ ഹിന്ദു ചടങ്ങായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ ആ രീതിയിൽ തന്നെ വിവാഹം നടത്താനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഗോവയിൽ വെച്ച് വിവാഹം നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റൈലിഷായ വിവാഹമായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അത്തരത്തിലൊന്നല്ല കീർത്തിയും കുടുംബവും പദ്ധതിയിട്ടിരിക്കുന്നത്. വളരെ ഹിന്ദു പരമ്പരാഗത രീതിയിൽ നടക്കുന്ന ആദ്യ വിവാഹവും പരമ്പരാഗത ക്രിസ്ത്യൻ രീതിയിൽ നടക്കുന്ന വിവാഹവുമാണ് കീർത്തിക്കും ആന്റണിക്കുമായി ഗോവയിൽ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനം എല്ലാ ഗസ്റ്റുകളും അണിയേണ്ടത് ഒരു പരമ്പരാഗത ഹിന്ദു രീതിയിലെ വസ്ത്രം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലായിരിക്കും അവിടെ ഉള്ളവരൊക്കെ തന്നെയും കീർത്തിയെയും ആന്റണിയെയും കാണാനും അനുഗ്രഹിക്കാനും എത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫംഗ്ഷനോ അടുത്ത ദിവസത്തെ ക്രിസ്ത്യൻ രീതിയിലെ ഫംഗ്ഷനോ വേണ്ടി ഇവരെല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുന്നത് പേസ്റ്റൽ നിറത്തിലെ വസ്ത്രങ്ങളാണ്. ഇതെല്ലാം തന്നെ വിവാഹ ക്ഷണക്കത്തിലും വിവാഹ കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇപ്പോഴാണ് ആരാധകർക്ക് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും അറിയാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളെ ഒന്നും തന്നെ അകത്ത് കടത്തുന്ന രീതിയിലായിരിക്കില്ല ഇവർ വിവാഹം കഴിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തായിരിക്കും. അതെല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ പ്രൈവറ്റായിട്ട് നടക്കാൻ പോകുന്ന ഫംഗ്ഷനാണ് എന്ന് ഇത്രയും മറച്ചു വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഒരു മാധ്യമത്തിനും അകത്തു കയറാനുള്ള പെർമിഷൻ ഉണ്ടാകില്ല. ഏതു തരം മാധ്യമങ്ങളായാൽ പോലും പുറത്തു നിന്ന് മാത്രമായിരിക്കും കവറേജ് ഉണ്ടാവുക. ഇത് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പൊതുവെ താരവിവാഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അത്തരം രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട രീതിയില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത്. കീർത്തിയുടെ സ്വഭാവം അനുസരിച്ചും കീർത്തിയുടെ കുടുംബവും അതുപോലെ പ്രശസ്തിയുമൊക്കെ അനുസരിച്ചും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നടത്താനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കുടുംബവും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചെറിയ ഒരു റിസോർട്ടിൽ വെച്ചുള്ള ഒരു ആഡംബര കല്യാണം എന്ന രീതിയിൽ വിളിക്കാൻ പറ്റുന്ന രീതിയായിരിക്കും ഇവരുടെ വിവാഹമെന്ന് ഉറപ്പിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.